നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായി. തിങ്കളാഴ്ച പത്രിക പിൻവലിക്കാനുള്ള അവസരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് 23,576 തദ്ദേശ വാർഡുകളിലേക്ക് മത്സരിക്കാൻ ലഭിച്ചത് 1,08,580 പേരുടെ പത്രികകൾ. ഇതിൽ 57,227 പേർ സ്ത്രീകളും 51,352 പേർ പുരുഷന്മാരും. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ സൂക്ഷ്മ പരിശോധനയിൽ 2 പേരുടെ പത്രിക തള്ളി. മന്ദലാകുന്ന് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി സബിത സദാനന്ദൻ, എടക്കഴിയൂർ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി MC സബിത എന്നിവരുടെ പത്രികകളാണ് തള്ളിയത്. പത്രികകൾ തള്ളിയത് പുന്നയൂരിലെ CPM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമെന്ന് UDF. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പൂർണ്ണകായ പ്രതിമ 3 വർഷത്തിന് ശേഷം തലപ്പൊക്കം വീണ്ടെടുത്തു. നവീകരണം പൂർത്തിയാക്കിയ പ്രതിമയുടെ സമർപ്പണം നാളെ നടക്കും. ചാവക്കാട് സാന്ത്വന തീരത്ത് ആയിരങ്ങൾ പങ്കെടുത്ത ഭാരത പ്രവേശന തിരുനാൾ ഭക്തി നിർഭരം. മാർത്തോമാ ശ്ലീഹയുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950 ജൂബിലി വർഷത്തിൽ പാലയൂർ മാർത്തോമ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ ഒരുക്കിയത് വിപുലമായ പരിപാടികൾ. ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ തെരുവു നായ ചത്തു. മറ്റ് നായ്ക്കൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റുവെന്ന ആശങ്കയിൽ നാട്ടുകാർ. സംസ്കരിച്ച തെരുവു നായയുടെ ജഡം നഗരസഭ ആരോഗ്യ വിഭാഗം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. വാർത്തകൾ വിശദമായി. സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞു. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് 23,576 തദ്ദേശ വാർഡുകളിലേക്ക് മത്സരിക്കാൻ ലഭിച്ചത് 1,08,580 പേരുടെ പത്രികകൾ. ഇതിൽ 57,227 പേർ സ്ത്രീകളും 51,352 പേർ പുരുഷന്മാരുമാണ്. ഒരു ട്രാൻസ്ജെൻഡറും പത്രിക നൽകി. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ്, 13,595 പേർ. കുറവ് വയനാട്ടിലാണ്. അവസാന ദിവസമായി ഇന്നലെ മാത്രം 45,652 പേർ പത്രിക നൽകി. ലഭിച്ച പത്രികകളുടെ സൂക്ഷ്മപരിശോധന ഇന്ന് പൂർത്തിയായി. അതത് ഭരണാധികാരികളാണ് സൂക്ഷ്മപരിശോധന നടത്തിയത്. ഒരു സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ചാണ് പരിശോധിച്ചത്. തുടർന്ന് സ്വീകരിച്ച പത്രികകളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിച്ചു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ്. അന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിലും സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കപ്പെടുത്തും. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ സൂക്ഷ്മ പരിശോധനയിൽ 2 പേരുടെ പത്രിക തള്ളി. മന്ദലാകുന്ന് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി സബിത സദാനന്ദൻ, എടക്കഴിയൂർ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി MC സബിത എന്നിവരുടെ പത്രികകളാണ് തള്ളിയത്. സബിത സദാനന്ദൻ നിലവിൽ ദേവസ്വം താൽക്കാലിക ജീവനക്കാരിയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് പത്രിക തള്ളിയത്. ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ് BJP സ്ഥാനാർത്ഥിയുടെ പത്രിക നിരാകരിക്കപ്പെട്ടത്. ആകെ 85 പത്രികകൾ ഉണ്ടായിരുന്നതിൽ 2 എണ്ണം തള്ളിയതോടെ ഇനി 83 പേരാണ് മത്സരരംഗത്ത് അവശേഷിക്കുന്നത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മന്ദലാകുന്ന് എടക്കഴിയൂർ ഡിവിഷനുകളിൽ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകൾ തള്ളിയത് പുന്നയൂരിലെ CPM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്ന് UDF പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. മന്ദലാകുന്ന് ഡിവിഷനിൽ CPMലെ സബിത സദാനന്ദന്റെയും എടക്കഴിയൂർ ഡിവിഷനിൽ BJPയിലെ സബിത ചന്ദ്രന്റെയും പത്രികകളാണ് തള്ളിയത്. ഇതോടെ മന്ദലാകുന്ന് ഡിവിഷനിൽ UDFലെ സുബൈദ പാലക്കൽ, BJPയിലെ സ്മിത സജീഷ്, SDPIയിലെ നിഹാല ഒലീദ് എന്നിവർ മാത്രമായി മാറി. ഇത് പുന്നയൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ BJPയെ സഹായിച്ച് പുന്നയൂർ പഞ്ചായത്തിൽ BJPയുടെ സഹായം CPMന് ലഭിക്കുന്നതിനുള്ള ധാരണയുടെ ഭാഗമാണെന്ന് പുന്നയൂർ പഞ്ചായത്ത് മെമ്പറും മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ അസീസ് മന്ദലാകുന്ന് പറഞ്ഞു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ മന്ദലാകുന്ന് എടക്കഴിയൂർ ഡിവിഷനുകളിൽ CPMന്റെയും BJPയുടെയും നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിരിക്കുകയാണ്. ഇത് പുന്നയൂർ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന CPM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ്. പുന്നയൂർ പഞ്ചായത്തിലെ 4 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ മന്ദലാകുന്ന് എടക്കഴിയൂർ ഡിവിഷനുകൾ പൊതുവിൽ UDFന് അനുകൂലമായിട്ടുള്ള സീറ്റുകളാണ്. ഈ സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും പുന്നയൂർ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ CPM വോട്ടുകൾ BJPക്ക് നൽകി
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് BJPയുടെ വോട്ടുകൾ CPMന് സമാഹരിച്ച് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ധാരണയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ മറ്റു ഡിവിഷനുകളിലൊക്കെ ഡമ്മി സ്ഥാനാർത്ഥികളെ കൊടുത്തിട്ടും ഇവിടങ്ങളിൽ മാത്രം നൽകാതിരുന്നത് ഇതിന്റെ ഭാഗമാണ്. ഈ കൂട്ടുകെട്ടിന്റെ ഭാഗമായി CPM ഭരിക്കുന്ന പുന്നയൂർ പഞ്ചായത്തിൽ BJPക്ക് അനുകൂലമായി 3 സീറ്റുകൾ ലഭിക്കും വിധമാണ് വാർഡ് വിഭജനവും നടത്തിയിട്ടുള്ളത്. ഇത് നേരത്തെ UDF ആരോപിച്ചിട്ടുള്ളതാണ്. ഈ കൂട്ടുകെട്ടിലൂടെയാണ് കഴിഞ്ഞ തവണ CPM ഭരണം പിടിച്ചത്. പുന്നയൂർ പഞ്ചായത്തിലെ മറ്റു പഞ്ചായത്ത് സീറ്റുകളിലൊക്കെ തന്നെ CPMും BJPയും ഒക്കെ ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും ഈ 2 ഡിവിഷനുകളിൽ BJPയും CPMും ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത് ഈ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ കൂട്ടുകെട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണ്. കഴിഞ്ഞ വാർഡ് വിഭജനത്തിൽ പുന്നയൂർ പഞ്ചായത്തിൽ 3 സീറ്റോളം BJPക്ക് അനുകൂലമായി ലഭിക്കുന്ന രീതിയിലാണ് വാർഡ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത്. അന്ന് തന്നെ UDF ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചതാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് UDFന് അനുകൂലമായിട്ടുള്ള പുന്നയൂർ പഞ്ചായത്ത് ഭരണം CPM പിടിച്ചെടുത്തത്. ഇത് പുന്നയൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു ജനവിധി ഈ തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇത് പുന്നയൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇതിനെതിരെ പുന്നയൂരിലെ മതേതര വിശ്വാസികൾ തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതുമെന്നും UDF പുന്നയൂർ പഞ്ചായത്ത് നേതാക്കളായ ചെയർമാൻ IP രാജേന്ദ്രൻ, കൺവീനർ PA നസീർ, KK ഷുക്കൂർ, TK ഉസ്മാൻ എന്നിവർ പറഞ്ഞു. സൂക്ഷ്മ പരിശോധന ചൂണ്ടൽ കണ്ടാനശ്ശേരി പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകൾ വരണാധികാരികൾ പൂർണ്ണമായും അംഗീകരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ 190 പേരും കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 125 പേരുമാണ് പത്രികാ സമർപ്പണം നടത്തിയിരുന്നത്. കഴിഞ്ഞ 14-ാം തീയതി മുതൽ ആരംഭിച്ച പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച 3 മണിയോടെയാണ് സമാപിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിൽ 190 പേരുടെയും നാമനിർദ്ദേശ പത്രികകളും കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 125 പേരുടെ പത്രികകളുമാണ് അംഗീകരിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിച്ച സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ഇരു പഞ്ചായത്തുകളിലും സമർപ്പിച്ച മുഴുവൻ നാമനിർദ്ദേശ പത്രികകളും വരണാധികാരികൾ അംഗീകരിക്കുകയായിരുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വരണാധികാരിയായ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ A മൊയ്തീൻ്റെ നേതൃത്വത്തിലായിരുന്നു സൂക്ഷ്മ പരിശോധന നടന്നത്. 1-ാം വാർഡ് മുതൽ 17-ാം വാർഡ് വരെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പത്രികകളും ഒപ്പം സമർപ്പിച്ച രേഖകളും പരിശോധിച്ച ശേഷമാണ് അംഗീകരിച്ചത്. സഹവരണാധികാരി പഞ്ചായത്ത് സെക്രട്ടറിയായ KK രാധാകൃഷ്ണനും മറ്റുദ്യോഗസ്ഥരും സൂക്ഷ്മ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വരണാധികാരിയായ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ മനോജ് മുമ്പാകെ തൃശൂരിലെ ഫോറസ്റ്റ് ഓഫീസിലായിരുന്നു. പഞ്ചായത്തിലെ 20 വാർഡുകളിലായി 190 പേരാണ് പത്രികാ സമർപ്പണം നടത്തിയിരുന്നത്. സമയപരിധി കഴിഞ്ഞ് ചില പത്രികകൾ സമർപ്പിച്ചതായി കണ്ടെത്തിയെങ്കിലും അതേ സ്ഥാനാർത്ഥികൾ മറ്റു പത്രികകൾ സമർപ്പിച്ചിരുന്നതിനാൽ എല്ലാ പത്രികകളും അംഗീകരിക്കുകയായിരുന്നു. രാവിലെ ആരംഭിച്ച സൂക്ഷ്മ പരിശോധനയിൽ സഹവരണാധികാരിയായ പഞ്ചായത്ത് സെക്രട്ടറി MS മാറ്റ്ലിയും മറ്റുദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ മാസം 24-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. തിങ്കളാഴ്ച കഴിയുന്നതോടെ ഓരോ വാർഡിലെയും മത്സരങ്ങളുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാകും. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ BJP ഇക്കുറിയും എല്ലാ വാർഡിലും മത്സരിക്കും. പത്രികാ സമർപ്പണം 2 ഘട്ടങ്ങളിലായി പൂർത്തിയായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രദീപ് കൂനത്തിലൂടെ പഞ്ചായത്തിൽ ആദ്യമായി താമര വിരിയിച്ച പാർട്ടി 4 വാർഡുകളിൽ 2-ാം സ്ഥാനത്ത് എത്തിയിരുന്നു. കൃത്യമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കി. പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ സ്ഥാനാർത്ഥികൾ പ്രകടനമായിട്ടാണ് പഞ്ചായത്തിലേക്ക് എത്തിയത്. അയ്നൂർ വെസ്റ്റ് 8-ാം വാർഡ് സ്ഥാനാർത്ഥി മോനിഷ രജീഷ് അയ്നൂരിൽ നിന്ന് പ്രകടനമായി പത്രിക സമർപ്പിച്ചു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, OBC മോർച്ച തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ് അയ്നൂർ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി തോംസൺ TB, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സാജു PK, സുനീഷ് പെരുന്തിരുത്തി, KP ഗോപി, അരുൺ ഗഗനൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. പഞ്ചായത്തിലെ 11-ാം വാർഡിൽ മണ്ഡലം പ്രസിഡന്റ് PJ ജെബിനും 16-ാം വാർഡിൽ കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗമായിരുന്ന പ്രദീപ് കൂനത്തും ഉൾപ്പെടെയുള്ളവർ ജനവിധി തേടുന്നുണ്ട്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 6-ാം വാർഡിലെ മത്സരത്തിന് ഇക്കുറി ഒരു പ്രത്യേകതയുണ്ട്. CPMനും കോൺഗ്രസിനുമായി ഇക്കുറി മത്സരരംഗത്തിറങ്ങുന്നത് മുൻപ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്നവരുടെ ബന്ധുക്കളാണ്. 2 തവണ കലാനഗർ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാവും മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ AM മൊയ്തീന്റെ മകൾ ഷൈജ മൊയ്തീൻ UDFനായും സിറ്റിംഗ് മെമ്പർ PK അസീസിന്റെ സഹധർമ്മിണി സാഫിറ അസീസ് LDFനായും മത്സരിക്കാനിറങ്ങുന്നു എന്നതാണ് ഈ വാർഡിലെ മത്സരം ശ്രദ്ധേയമാക്കുന്നത്. CPIMനെയും കോൺഗ്രസിനെയും മാറി മാറി വിജയിപ്പിച്ചിട്ടുള്ള വാർഡിൽ നിന്ന് ഇക്കുറി മത്സരത്തിനിറങ്ങാൻ 2 പാർട്ടികളും സാഫിറയെയും ഷൈജിയെയും നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. പാർട്ടിയും മുന്നണിയും തങ്ങളിലർപ്പിച്ച വിശ്വാസം വിജയത്തിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് സാഫിറയും ഷൈജയും.
ഷൈജ മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും സാഫിറയ്ക്ക് ഇത് കന്നി അംഗമാണ്. പിതാവിന്റെ പിൻഗാമിയായി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ കലാനഗറിനെ പ്രതിനിധീകരിക്കാനൊരുങ്ങുന്ന ഷൈജ തികഞ്ഞ പ്രതീക്ഷയിലാണ്. പിതാവ് ഈ വാർഡിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നും അത് തനിക്ക് വോട്ടായി മാറുമെന്നുമാണ് ഷൈജയുടെ വിലയിരുത്തൽ. മറ്റൊരു പഞ്ചായത്തിൽ മുൻപ് അംഗമായി പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്ത് തനിക്ക് ഗുണം ചെയ്യുമെന്നും ഷൈജ കരുതുന്നു. ഇതിനിറങ്ങുക എന്നുള്ള ഇതൊന്നും എനിക്കില്ല. ഇപ്പം നാട്ടുകാർക്ക് ചെയ്തു കൊടുത്ത എല്ലാ സഹായങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും മനസ്സിലുള്ളതുകൊണ്ട് അവർ രണ്ട് കൈ നീട്ടി പന സ്വീകരിച്ച പോലെ എന്നെ സ്വീകരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് വേറൊരു പഞ്ചായത്തിലാണെങ്കിലും 5 കൊല്ലം മെമ്പറായിരുന്നിട്ടും പിന്നെ ടീച്ചറായിട്ട് അതുപോലെ തന്നെ സഹകരണ സംഘം ഡയറക്ടറായിട്ടും ഒക്കെ എല്ലാം പ്രവൃത്തി നാട്ടുകാർക്ക് വേണ്ടിയെല്ലാം ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായിട്ടെന്ന് പറയാനൊരു ഇത് അങ്ങനെയല്ല. ഞാൻ ഈ രംഗത്ത് തന്നെയുള്ള ആളാണ്, ജനങ്ങൾക്കൊപ്പമുള്ള ആൾ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം വാർഡിൽ ഇടതുപക്ഷ ഭരണസമിതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായാണ് സാഫിറ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ, വഴിയോര വിശ്രമ കേന്ദ്രം, ഹോമിയോ ഡിസ്പെൻസറി, അങ്കണവാടി തുടങ്ങി 1.5 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ വാർഡിൽ നടന്നത്. വികസന തുടർച്ചയ്ക്കായാണ് താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും ജനങ്ങൾ കൂടെയുണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും സാഫിറ അസീസ് വ്യക്തമാക്കി. കഴിഞ്ഞ നീണ്ട 10 വർഷങ്ങളുണ്ടായ ഈ നാട്ടിൽ ഒരുപാട് വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കലാനഗർ വാർഡിൽ 1.5 കോടിയുടെ വികസനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായി റോഡിൻ്റെ ഭാഗമായാലും കുടിവെള്ള പദ്ധതിയും ഹോമിയോ ഡിസ്പെൻസറി അതുപോലെ അംഗൻവാടി അതിന് ഉപരിയായി കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നാടിൻ്റെ വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ വികസനത്തിന് വേണ്ടി ഇനിയും ഞാൻ മുന്നോട്ട് ഉണ്ടാവും. ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവരുടെക്കൊപ്പം സേവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി കൂടുതൽ വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് ഷൈജയും സാഫിറയും. പിതാവിന്റെ പിൻഗാമിയായി മത്സരിക്കാനിറങ്ങിയ ഷൈജയ്ക്കും ഭർത്താവിന്റെ പാത പിൻപറ്റി ജനസേവനത്തിനിറങ്ങിയ സാഫിറയും വിജയം മുന്നിൽ കണ്ടാണ് പ്രചരണ രംഗത്ത് മുന്നേറുന്നത്. കുന്നംകുളം നഗരസഭയിലെ 39 വാർഡുകളിൽ മത്സരിക്കുവാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത് 386 പേർ. നഗരസഭാ കാര്യാലയത്തിലെ റവന്യൂ, മരാമത്ത് എന്നീ വിഭാഗങ്ങളുടെ ഓഫീസിലാണ് പത്രിക സ്വീകരിച്ചത്. മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ ഡമ്മി സ്ഥാനാർത്ഥികളുടെ കൂടി നാമനിർദ്ദേശ പത്രിക നൽകിയ സാഹചര്യത്തിലാണ് പത്രികകളുടെ എണ്ണം വർദ്ധിച്ചത്. സൂക്ഷ്മപരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ എന്നിവ കഴിഞ്ഞ ശേഷം മത്സരരംഗത്ത് അവശേഷിക്കുന്നവരുടെ ചിത്രം തെളിയും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്ന ഇന്നലെ നഗരസഭയിൽ തിരക്ക് ഏറെ ദൃശ്യമായിരുന്നു. വൈകിട്ട് 3 മണിക്ക് ഓഫീസിൽ ഹാജരുള്ളവർക്കെല്ലാം ടോക്കൺ നൽകിയ ശേഷം ഓഫീസിന്റെ വാതിൽ അടച്ചു. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായിട്ടാണ് കൂടുതൽ പത്രികകൾ ലഭിച്ചത്. ഇനി ദേശചരിതം. മാറി മാറി LDFും UDFും ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എരുമപ്പെട്ടി. ഇടത് വലത് പാർട്ടികൾക്ക് കൃത്യമായ സംഘടനാ സംവിധാനമുള്ള എരുമപ്പെട്ടിയുടെ മണ്ണിൽ സ്വാധീനമുണ്ടാക്കാൻ BJP കൂടി രംഗത്തിറങ്ങുന്നതോടെ ഇക്കുറി തീപ്പാറും പോരാട്ടമാണ് നടക്കുക. ചെങ്ങാലിക്കോടന്റെ പെരുമയുള്ള ചെങ്ങഴി നാട്, മച്ചാട് മലകളിൽ നിന്നും ഉത്ഭവിച്ച് ഗ്രാമത്തെ തഴുകി തലോടിയൊഴുകുന്ന വടക്കാഞ്ചേരി കേച്ചേരി പുഴ. ശാന്തസുന്ദരമാണ് എരുമപ്പെട്ടി ഗ്രാമം. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്രയങ്ങ് ശാന്തമല്ല. അതിനാൽ തന്നെ ശക്തമായ പോരാട്ടത്തിനായിരിക്കും ഇത്തവണ എരുമപ്പെട്ടി സാക്ഷ്യം വഹിക്കുക. തലപ്പള്ളി താലൂക്കിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് 32.12 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 18 വാർഡുകളാണ് നിലവിലുള്ളത്. വാർഡ് വിഭജനത്തിൽ ഒരു വാർഡ് വർദ്ധിച്ച് 19 ആയിട്ടുണ്ട്. കിഴക്ക് കാഞ്ഞിരക്കോടും പടിഞ്ഞാറ് കരിയന്നൂരുമാണ് പഞ്ചായത്തിന്റെ അതിർത്തികൾ. തലപ്പള്ളി, കുന്നംകുളം താലൂക്കുകളിലായിട്ടാണ് വാർഡുകൾ സ്ഥിതി ചെയ്യുന്നത്. 30,000 പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ. ഭൗമസൂചിക പദവി ലഭിച്ച ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴയുടെ ജന്മനാട് എന്ന പ്രശസ്തിയും എരുമപ്പെട്ടിക്കുണ്ട്. ഇന്ത്യയിലെ അതിപ്രശസ്തമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രവും എരുമപ്പെട്ടിയെ അടയാളപ്പെടുത്തുന്ന സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മങ്ങാട് സെന്റ് ജോർജ് പള്ളിയും കുതിരവേലയ്ക്ക് പേരുകേട്ട മങ്ങാട് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രവും എരുമപ്പെട്ടി ജുമാ മസ്ജിദും തിരുഹൃദയ ഫൊറോന ദേവാലയവുമെല്ലാം മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളാണ്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സർക്കാർ വിദ്യാലയവും
വടക്കാഞ്ചേരി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് എരുമപ്പെട്ടിയിലാണ്. രാഷ്ട്രീയപരമായി നോക്കിയാൽ UDF-നും LDF-നും ഒരുപോലെ സ്വാധീനമുള്ള മണ്ണാണ് എരുമപ്പെട്ടി. ഇരുമുന്നണികളും പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടുണ്ട്. നിലവിൽ ഭരണം നടത്തിയിരുന്നത് LDF ആയിരുന്നു. S. ബസന്തലാലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. 10 CPM-ഉം 8 കോൺഗ്രസ് അംഗങ്ങളുമാണ് ഭരണസമിതിയിലുണ്ടായിരുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകിയ 2015 ഭരണസമിതിയിൽ ഒരു BJP അംഗവും ഇടം നേടിയിരുന്നു. നിലവിലെ ഭരണസമിതിയിൽ കയറിപ്പറ്റാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ BJPയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെയും MLA-യുടെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തികൾ നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് തുടർഭരണത്തിനായി LDF വോട്ട് ചോദിക്കുന്നത്. 147 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എരുമപ്പെട്ടിയിൽ നടക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന കാര്യത്തിൽ കുടിവെള്ളം, പാർപ്പിടം, റോഡുകൾ, വൈദ്യുതി, സ്ട്രീറ്റ് ലൈറ്റ്, വിദ്യാഭ്യാസ മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി അനുസരിച്ചുള്ള ഇടപെടൽ, കാർഷിക മേഖലയിലെ ഇടപെടൽ, കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമാവുന്ന പദ്ധതികൾ തുടങ്ങി ഒരു ദിവസം മുഴുവനെടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്രയും പദ്ധതികളാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐകകണ്ഠേന തീരുമാനിച്ച് നടപ്പിലാക്കിയത്. ഏകദേശം 8 കോടിയോളം രൂപ റോഡുകളുടെ നവീകരണത്തിന് നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യവും ഉണ്ടായി. പാർപ്പിട പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആയി എന്നുള്ളതും ഞങ്ങളുടെ മികച്ച നേട്ടമാണ്. പഞ്ചായത്ത് ഓഫീസ് സമുച്ചയം ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ ആശുപത്രിയും സബ് സെൻ്ററുകളുടെയും അംഗൻവാടികളുടെയും നവീകരണവും ഞങ്ങളെ മെച്ചപ്പെട്ട നിലയിലേക്ക് ആക്കുകയുണ്ടായി. 5 വർഷക്കാലത്തെ നേട്ടങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പ്രാപ്യമായി എന്ന് ഈ ഭരണസമിതിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും. എന്നാൽ LDF ഭരണം ജനങ്ങൾക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചതെന്ന് പ്രതിപക്ഷത്തെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ MK ജോസ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തെ CPM-ന്റെ ഭരണം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് അഴിമതിയിലും ദുർഭരണത്തിലും ആക്കിയതിൻ്റെ പേരിൽ വളരെയധികം പിറകോട്ടടിക്കുകയാണ് ഉണ്ടായത് വികസന കാര്യങ്ങൾ. അതിൽ ഓരോ കാര്യങ്ങളുടെ എണ്ണമിട്ട് പറയുകയാണെങ്കിൽ തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആട്ടുംകൂട് തൊഴിൽത്തന്നി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി നടപ്പാക്കിയില്ല. ഭീമമായ അഴിമതിയാണ് അഴിമതി സ്വന്തനപക്ഷമാണ് നടന്നത്. അതിൽപ്പെട്ട ഗുണഭോക്താക്കൾ ഇന്ന് ബാങ്കിൻ്റെ ജപ്തി ഭീഷണി നേരിടുകയാണ്. നിരവധി വർഷങ്ങളായിട്ടുള്ളൊരു ആവശ്യങ്ങളായിരുന്നു പൊതുമാർക്കറ്റും ബസ് സ്റ്റാൻഡും. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല. അതേമാതിരി ജലജീവൻ പദ്ധതി നടപ്പാക്കിയതിൽ ഗ്രാമീണ റോഡുകളൊക്കെ തകർന്നു. ആ തകർന്ന റോഡ് പുനരുദ്ധരിക്കാൻ യാതൊരു നടപടിയും ഒരു ഫണ്ടോ ഈ നമ്മുടെ ഭരണസമിതി മുന്നോട്ട് വയ്ക്കാണ്ടായില്ല. ലൈഫ് ഗുണഭോക്താക്കളിൽ നമ്മൾ തുച്ഛമായ വിരലിലെണ്ണാവുന്ന പേർക്കാണ് 4 ലക്ഷം രൂപയുടെ പദ്ധതി ആനുകൂല്യം കൊടുക്കാൻ പറ്റിയത്. കാരണം വെച്ചാൽ ഗുണഭോക്താക്കൾ 4 ലക്ഷം രൂപ കൈപ്പറ്റാൻ സാധിച്ചില്ലെന്ന് ചുരുക്കം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് LDF-ന്റെ വാദം. കോൺഗ്രസിന്റെയും CPM-ന്റെയും പരസ്പര ആരോപണങ്ങളും പ്രതിഷേധ സമരങ്ങളും പലപ്പോഴും ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എരുമപ്പെട്ടിയിലെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും വളരെ കൂടുതലായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഭരണം നിലനിർത്താൻ LDF-ഉം പിടിച്ചെടുക്കുവാൻ UDF-ഉം നിലം മെച്ചപ്പെടുത്താൻ BJP-യും എരുമപ്പെട്ടിയുടെ പോർക്കളത്തിൽ കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു. തൊടുക്കുവാനുള്ള ആരോപണങ്ങളുടെ അസ്ത്രങ്ങൾ മൂർച്ച കൂട്ടി മുന്നണികൾ ആവനാഴികൾ സൂക്ഷിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടിയുടെ അങ്കത്തട്ടിൽ ആര് വീഴും, ആര് വിജയക്കൊടി നാട്ടും, നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. മറ്റു വാർത്തകൾ. ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ തെരുവുനായ ചത്തു. മറ്റു നായ്ക്കൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റുവെന്ന ആശങ്കയിൽ നാട്ടുകാർ. സംസ്കരിച്ച തെരുവുനായയുടെ ജഡം നഗരസഭ ആരോഗ്യ വിഭാഗം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെള്ളിയാഴ്ച രാവിലെ മുതലാണ് തെരുവുനായ പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചത്. ആശങ്കയോടെ നഗരസഭയിൽ വിവരമറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഒടുവിൽ ഉച്ചയോടെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നായയെ കൊടുക്കിട്ട് പിടിച്ച് കെട്ടിയിട്ടു. വൈകുന്നേരത്തോടെ നായ ചത്തു. ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ നായയെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സംസ്കരിച്ചു. ഈ നായ മറ്റു നായ്ക്കളെ കടിച്ചതായും നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും പിന്നീട് സാമൂഹ്യമാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണമായി. ഇതോടെ ചത്ത നായയ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടോയെന്ന് സ്ഥിരീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. ഇതേ തുടർന്ന് ഇന്നുച്ചയോടെ ആരോഗ്യ വിഭാഗമെത്തി ജഡം പുറത്തെടുത്ത് മണ്ണുത്തി വെറ്റിനറി കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. പേവിഷമുള്ളൊരു നായയുടെ പോലെയാണ് കാണുന്നത്. ആർക്കെങ്കിലും ഒരു 2-4 ദിവസം കഴിഞ്ഞിട്ട് പേ ഇളകിയിട്ടുണ്ടെങ്കിൽ, പല പട്ടികൾ ഇത് കടിച്ചിട്ടുണ്ട്, അപ്പം അത് ഇളകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും.
അപ്പോൾ അതുകൊണ്ട് ഇതിനെ സ്ഥിരീകരിക്കുക തന്നെ വേണം എന്ന് നിർബന്ധം പറഞ്ഞു ഡോക്ടറോട്. അത് നമ്മളെ അനീഷ്മ മേഡം നിർബന്ധം പറഞ്ഞു. ഇവിടെ ഇതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് അനീഷ്മ മേഡം പറയും ചെയ്തു. അങ്ങനെയാണ് വീണ്ടും വന്നിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ പേവിഷബാധ സ്ഥിരീകരിക്കാനാകൂ. 2 ദിവസത്തിനകം റിപ്പോർട്ട് ലഭിക്കുമെന്ന് പൂക്കോട് വെറ്റിനറി ഡോക്ടർ CR പ്രശാന്ത് പറഞ്ഞു. മേഖലയിലെ തെരുവു നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുള്ളതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അടുത്ത ദിവസം വീണ്ടും കുത്തിവയ്പ്പിനായി ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും ഡോക്ടർ അറിയിച്ചു. കടവല്ലൂർ അന്യോന്യ പരിഷത്ത് നൽകി വരുന്ന വാചാസ്പതി പുരസ്കാരം ഡോക്ടർ KT മാധവനും വേദബന്ധു പുരസ്കാരം അഡ്വക്കേറ്റ് P പരമേശ്വരനും സമർപ്പിച്ചു. വേദവിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സംരക്ഷണത്തിനും പ്രചാരണത്തിനും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് ഡോക്ടർ KT മാധവനെയും വേദപഠനം, വൈദിക ഗവേഷണം, വേദപ്രചാരം എന്നീ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അഡ്വക്കേറ്റ് P പരമേശ്വരനെയും പുരസ്കാരം നൽകി ആദരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 4-ന് നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. വിജ്ഞാന സമാപനത്തെയും വിജ്ഞാന ഉത്പാദനത്തെയും അതിൻ്റെ പ്രസരണത്തെയും ഒക്കെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ അതിലേതായിരിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നത് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അന്ന കാലത്ത് ഇതൊക്കെ നടന്നിരുന്നത് സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയിലൂടെ ആയിരുന്നു എന്നുള്ള ഒരു പരിമിതി അതിനുണ്ടായിരുന്നു. അതൊരു പരിമിതി മാത്രമായിട്ട് കാണണ്ട, അതൊരു ഒരു മികവ് കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്നും അതുപോലെ പ്രിസർവ് ചെയ്യപ്പെട്ടത്, ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടു നിൽക്കുന്നത് അത് സംസ്കൃത ഭാഷയിലാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അന്യോന്യത്തിനായി ഗുരുവായൂർ ദേവസ്വം നൽകുന്ന സഹായം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണന് ചടങ്ങിൽ കൈമാറി. വൈജ്ഞാനിക സാഹിത്യത്തിന് വാചസ്പതിയുടെ സംഭാവനകൾ എന്ന വിഷയത്തിൽ കേരള സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ED ഡേവിസ് വാചസ്പതി അനുസ്മരണ പ്രഭാഷണം നടത്തി. അന്യോന്യ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ KA രവീന്ദ്രൻ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. ചടങ്ങിന് അന്യോന്യ പരിഷത്ത് വൈസ് പ്രസിഡന്റ് KN രാമനുണ്ണി സ്വാഗതം പറഞ്ഞു. പുരസ്കാരത്തിനർഹരായ പ്രഗത്ഭർ മറുപടി പ്രസംഗം നടത്തി. ചാവക്കാട് സാന്ത്വന തീരത്ത് ആയിരങ്ങൾ പങ്കെടുത്ത ഭാരത പ്രവേശന തിരുനാൾ ഭക്തി നിർഭരമായി. മാർ തോമസ് ലേഹിയുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950 ജൂബിലി വർഷം വിപുലമായ പരിപാടികളാണ് പാലിയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഒരുക്കിയത്. രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നോവേന, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നീ ശുശ്രൂഷകൾ തീർത്ഥകേന്ദ്രത്തിൽ നടന്നു. വൈകിട്ട് 5-ന് ബ്ലാങ്ങാട് സാന്ത്വന തീരം കപ്പേള കവാടത്തിൽ തൃശൂർ അതിരൂപത ആർച്ച് സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലിന് സ്വീകരണം നൽകി. തുടർന്ന് പാലയൂർ തീർത്ഥകേന്ദ്രം ഇടവകയുടെ നേതൃത്വത്തിൽ പരമ്പരാഗത ക്രിസ്തീയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ കടൽ തീരത്തേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. മാർ തോമസ് ലീഹായുടെ തിരുശേഷിപ്പ് കൊണ്ട് കരയും കടലും ആശീർവദിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ വള്ളം, ബോട്ട്, വല എന്നിവയും വെഞ്ചരിച്ചു. തിരുനാളിന്റെ ഭാഗമായി സാന്ത്വന തീരം കപ്പേളയിലെ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത ആർച്ച് സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം നൽകി. ചടങ്ങിൽ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ മേഖലയും ആത്മീയതയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിത്രപ്രദർശനവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഭാരത പ്രവേശന തിരുനാളിന്റെ ഭാഗമായി തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സൗജന്യമായി ആരോഗ്യ പരിശോധനകളും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായി. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സാന്ത്വനം ഡയറക്ടർ ഫാദർ ജോജു ആളൂർ, അസോസിയേറ്റ് ഡയറക്ടർ ജോസ് വട്ടാക്കുഴി, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡിക്സൺ കൊളമ്പ്രത്ത്, തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ക്ലിൻറ്റു പാണേങ്ങാടൻ, വൈദികർ, മത്സ്യത്തൊഴിലാളികൾ, പാലയൂർ ഇടവകയിലെ വിവിധ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ വകയായി വിളക്ക് ആഘോഷിച്ചു. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ 10 ഇടയ്ക്ക കലാകാരന്മാരും ഗുരുവായൂർ മുരളിയുടെ നേതൃത്വത്തിൽ 10 നാഗസ്വര കലാകാരന്മാരും അണിനിരന്നു. രാവിലെയും വൈകിട്ടും കാഴ്ചശിവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരുടെ മേളം, സന്ധ്യയ്ക്ക് ചെറുതാടം ചന്ദ്രന്റെ തായമ്പക എന്നിവ ഉണ്ടായിരുന്നു. വിളക്കാഘോഷത്തിന്റെ 23-ാം ദിവസമായ ഞായറാഴ്ച PK നാണു എഴുത്തച്ഛൻ സൺസ് വക സമ്പൂർണ്ണ നെയ്വിളക്കായി ആഘോഷിക്കും. രാവിലെ കാഴ്ചശിവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരുടെ മേളം, ഉച്ചകഴിഞ്ഞ് കാഴ്ചശിവേലിക്ക് പല്ലശന രതീഷ് മാരാരുടെ പ്രമാണത്വത്തിൽ മേളം, സന്ധ്യയ്ക്ക് താമരയൂർ അനീഷ് നമ്പീശൻ, അനുനന്ദ് എന്നിവരുടെ തായമ്പക, രാത്രി എഴുന്നള്ളിപ്പിന് പറക്കാട് തങ്കപ്പൻ മാരാരുടെ പ്രമാണത്വത്തിൽ പഞ്ചവാദ്യം എന്നിവ ഉണ്ടാകും.
മരത്തങ്കോട് മാർ പീലക്സിനോസ് മെമ്മോറിയൽ UP സ്കൂളിൽ സ്പോർട്സ് പാർക്ക് പ്രാവർത്തികമായി. കേരള വനിതാ ക്രിക്കറ്റ് അണ്ടർ-19 അംഗം ശ്രേയ P. സിജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ് എന്നിങ്ങനെ വിവിധ കായിക മത്സരങ്ങളിലെ പരിശീലനം ലക്ഷ്യമിട്ടാണ് മാനേജ്മെന്റ് സ്പോർട്സ് പാർക്കും ബാഡ്മിന്റൺ കോർട്ടും സജ്ജീകരിച്ചത്. മാനേജ്മെന്റ് പ്രതിനിധി ഫാദർ ജോസഫ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് നൽകുന്ന സ്പോർട്സ് കിറ്റ് കുട്ടികൾക്ക് കൈമാറി. ഹെഡ്മാസ്റ്റർ ഫാദർ സജി കുളങ്ങാട്ടിൽ, സാംസ്കാരിക പ്രവർത്തകൻ വിജയൻ മാസ്റ്റർ, MPTA പ്രസിഡന്റ് ഹസീന റഫീഖ്, സ്റ്റാഫ് സെക്രട്ടറി ജീന ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. സ്പോർട്സ് കൺവീനർമാരായ അനു റിൻസി, അധ്യാപകരായ ലീന, സീനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ വീണയുടെ തന്ത്രികളിൽ മാസ്മരിക സംഗീതം തീർത്ത് നിർമ്മല രാജശേഖരൻ ആസ്വാദക ഹൃദയം കീഴടക്കി. ത്യാഗരാജരുടെ പഞ്ചരത്ന കീർത്തിയായ സാദിംജനെ ആരബി രാഗത്തിൽ അവതരിപ്പിച്ചാണ് കച്ചേരി അവതരിപ്പിച്ചത്. തുടർന്ന് ദേവദേവ കലയാമിതേ മായാമാളവ ഗൗളയിലും ഗോകുല നിലയ കൃപാലയ കീർത്തനം ആഭേരി രാഗത്തിലും അവതരിപ്പിച്ചു. സ്വാതി തിരുനാൾ കൃതിയായ ജയ ജയ പത്മനാഭ സരസാംഗി രാഗത്തിലും മധുരമനോഹരമായി അവതരിപ്പിച്ചു. തുടർന്ന് മീര ഭജനായ മായിനെ മേദോ എന്ന ഭജൻ ദേശ് രാഗത്തിലും ആലില തുളസി എന്ന ഗാനം ഭൈരവി രാഗത്തിലും വിസ്തരിച്ച് കച്ചേരിക്ക് സമാപനം കുറിച്ചു. വയല രാജേന്ദ്രൻ വയലിനിലും മുരുക ഭൂപതി മൃദംഗത്തിലും കുറിച്ചിത്താനം അനന്തകൃഷ്ണൻ ഘടത്തിലും പക്കമേളം ഒരുക്കി. യുവ സംഗീതജ്ഞ സ്വരാത്മിക ശ്രീകാന്തിന്റെ കച്ചേരി ആലാപനശുദ്ധി കൊണ്ട് ആസ്വാദകരുടെ മനം കവർന്നു. ശ്രീ രമണ വിഭോ എന്ന സ്വാതി തിരുനാൾ കൃതി ആരഭിരാഗത്തിൽ പാടിയാണ് സ്വരാത്മിക ശ്രീകാന്ത് തുടക്കമിട്ടത്. SR രാജശ്രീ വയലിനിലും ബുർറ ശ്രീറാം മൃദംഗത്തിലും ദീപു ഏലംകുളം ഘടത്തിലുമായി പക്കമേളമൊരുക്കി. പ്രസന്ന വെങ്കിട്ടരാമന്റെ കച്ചേരിയും അവിസ്മരണീയമായി. സന്താന ഗോപാലകൃഷ്ണം എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി ഖമാസ് രാഗത്തിൽ പാടിയാണ് പ്രസന്ന വെങ്കിട്ടരാമൻ തുടക്കമിട്ടത്. വൈകിട്ട് നടക്കുന്ന വിശേഷൽ കച്ചേരിക്ക് ആസ്വാദകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സംഗീതോത്സവം 6ാം ദിവസത്തിലേക്ക് കടന്നതോടെ 1200ഓളം പേർ വേദി പങ്കിട്ടു. ശബരിമലയിൽ ഭക്തർക്ക് ആവശ്യമായ കുടിവെള്ളം പോലും ഒരുക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെയും സ്വർണ്ണക്കൊള്ളക്കേസിന് ഉത്തരവാദികളായ മുഖ്യമന്ത്രിയും മുൻമന്ത്രിയും MLAയുമായ കടകംപള്ളി സുരേന്ദ്രനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. നെല്ലുവായ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, ചന്ദ്രപ്രകാശ് ഇടമന, KR രാധിക, MK ജോസ്, NK കബീർ, MM സലീം, AU മനാഫ് എന്നിവർ സംസാരിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മറ്റം നാടക പാട്ടറ ആർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ നടന വൈഭവം. ഇരിങ്ങാലക്കുടയിൽ സമാപിച്ച റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ജനശ്രദ്ധയെ ആകർഷിച്ച ഇനങ്ങളിലൊന്നായ മലയാള നാടക മത്സരത്തിൽ മറ്റം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാടക പാട്ടറയിൽ പരിശീലിച്ച കലാകാരന്മാർ മികച്ച നേട്ടമാണ് സ്വന്തമാക്കിയത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ MP മിഥുൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും അജോയ് TC ഹൈസ്കൂൾ വിഭാഗത്തിലും മികച്ച നടന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചാവക്കാട് കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ പാലുവായ് സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ നന്ദഗോപാലൻ, ഭക്തി എന്നീ വിദ്യാർത്ഥികൾ മികച്ച നടനും നടിയുമായി. കഴിഞ്ഞ വർഷം കുന്നംകുളം ഉപജില്ലയിൽ UP വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വാതിക്കിന് ലഭിച്ചിരുന്നു.
കഴിഞ്ഞ വർഷം നടന്ന ഡി-സോൺ നാടക മത്സരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം വിവേകാനന്ദ കോളേജിലെ ശരത്ത് കരസ്ഥമാക്കിയിരുന്നു. മറ്റം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാടകപ്പാട്ടറൈ ആർട്സ് അക്കാദമിയിലെ അഭിനയ വിഭാഗം വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും. നാടകം, പാട്ട്, ചിത്രരചന, മോണോ ആക്ട്, നൃത്തം എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയും അവർക്ക് വേദിയൊരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കലാസ്ഥാപനമാണ് നാടകപ്പാട്ടറൈ ആർട്സ് അക്കാദമി. സജീഷ് ചന്ദ്രൻ, തുളസി സജീഷ് തുടങ്ങിയവരാണ് നാടകപ്പാട്ടറയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രമുഖ നാടക പ്രവർത്തകരായ അനീഷ് ആളൂർ, നവീൻ പയനിത്തടം തുടങ്ങിയവരാണ് നാടകാഭിനയ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഓരോ ഇനത്തിനും പ്രശസ്തരായ അധ്യാപകരുടെ ക്ലാസുകളും നാടകപ്പാട്ടറയിൽ ഒരുക്കുന്നുണ്ട്. പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തൃശൂരിന്റെ തട്ടകത്തിൽ തന്നെ നടക്കുന്ന ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി നാടകപ്പാട്ടറൈ കലാകാരന്മാർ പങ്കെടുക്കുന്ന നാടകം അരങ്ങിലെത്തും. കുന്നുകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന ഗംഭീര മുഴുവൻവിളക്ക് ആഘോഷം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് ഭഗവത് സേവയോട് കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. വെള്ളിയാഴ്ച രാവിലെ വിളക്ക് പന്തലിൽ മഹാഗണപതി ഹോമം നടന്നു. വൈകിട്ട് 7 മണിയോടെ തലക്കൊട്ടൂര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ചെറുമനങ്ങാട് വാസുണ്ണി സ്വാമികളുടെ നേതൃത്വത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തുടർന്ന് പൂത്താലത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി നഗരപ്രദക്ഷിണം ചെയ്ത് രാത്രി 9 മണിയോടെ വിളക്ക് പന്തലിൽ എത്തി സമാപിച്ചു. തുടർന്ന് കാണിപ്പാട്ട്, പുലിപ്പാട്ട്, വെട്ടുതട, തിരിയൊഴിച്ചൽ എന്നിവയും ഉണ്ടായി. 3 നേരം അന്നദാനം ഒരുക്കിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ സുബിദാസ്, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ കെ മണികണ്ഠൻ, അക്ഷയ് രഞ്ജൻ എന്നിവർ നേതൃത്വം നൽകി. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പൂർണ്ണകായ പ്രതിമ 3 വർഷത്തിന് ശേഷം തലപ്പൊക്കം വീണ്ടെടുത്തു. നവീകരണം പൂർത്തിയാക്കിയ പ്രതിമയുടെ സമർപ്പണം നാളെ നടക്കും. ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗജരാജൻ ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2 ഏകാദശി ദിവസമാണ് ചെരിഞ്ഞത്. 1982 നവംബർ 23 പ്രശസ്ത ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ കേശവൻ ചെരിഞ്ഞ സ്ഥലത്ത് അതേ രൂപത്തിലും വലുപ്പത്തിലുമുള്ള പ്രതിമ നിർമ്മിച്ച് സമർപ്പിച്ചു. കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണിച്ചപ്പോൾ 2022 നവീകരിച്ചു. എന്നാൽ പ്രതിമയ്ക്ക് കേശവനുമായി ഒരു സാമ്യവും ഇല്ലെന്ന വ്യാപക പരാതി ഉയർന്നു. ഇതേ തുടർന്ന് വീണ്ടും നവീകരിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിലാണ് വീണ്ടും നവീകരണം നടത്തിയത്. നന്ദന്റെ മകൾ നവ്യയടക്കം 12 പേർ ചേർന്ന് 4 മാസം എടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത്. കുറെ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി 378 സെന്റിമീറ്റർ ഉയരത്തിലാണ് പ്രതിമ പുനർനിർമ്മിച്ചത്. കൊമ്പിന്റെയും തുമ്പിയുടെയും വലിപ്പം കൂട്ടി. കേശവന്റെ അനേകം ചിത്രങ്ങൾ ശേഖരിച്ച് ഭാവപ്പകർച്ചകൾ പഠിച്ചു. കണ്ണുകൾ, കൺപീലികൾ, വാൽ തുടങ്ങിയവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കാലുകൾ മാത്രം നിർത്തി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൊളിച്ചുമാറ്റി. മസ്തകം ഉയർത്തിപ്പണിതു. ശരീരഭാഗങ്ങൾ കുറച്ചുകൂടി വിസ്തൃതമാക്കി. ഇതോടെ പുതിയ പ്രതിമയ്ക്ക് കേശവന്റെ തലപൊക്കമായതായി ആനപ്രേമികൾ സമ്മതിച്ചു. രൂപമാറ്റം വന്ന പ്രതിമയുടെ പുനർനിർമ്മാണം വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് ശില്പി നന്ദൻ എളവള്ളി പറഞ്ഞു. 10-12 ആള് അശ്രാന്തം പരിശ്രമിച്ചിട്ടാണ് ഇങ്ങനെ ആയത്. ഒരുപാട് ഫോട്ടോസുകളൊക്കെ നോക്കേണ്ടി വന്നു. പഴയ ഫോട്ടോസുകൾ, സൈഡ് വ്യൂ ഫോട്ടോ ഒന്നും കേശവനില്ല. അതുപോലെ കുറേ അധികം ബുദ്ധിമുട്ടി. വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപമാറ്റം വന്ന സാധനം വീണ്ടും തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വേണ്ടി വന്നു. തല, കൊമ്പ്, കണ്ണ് ഒക്കെ എല്ലാം മാറ്റി പുതിയതാക്കി. അങ്ങനെയാണ് രൂപത്തിലായത്. എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. 10 ലക്ഷം രൂപയാണ് നവീകരണത്തിനായി വേണ്ടിവന്നത്. ഇത് തൃത്താല കൃഷ്ണാമൃതത്തിൽ മണികണ്ഠൻ നായർ എന്ന ഭക്തൻ പിതാവിന്റെ സ്മരണയ്ക്ക് വഴിപാടായി സമർപ്പിച്ചു. നവീകരണം പൂർത്തിയായ പ്രതിമ ഞായറാഴ്ച സമർപ്പിക്കും. രാവിലെ 9:30 ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സമർപ്പണ ചടങ്ങ് നിർവഹിക്കും.
നവംബർ 30-ന് ദശമി ദിവസം ഗുരുവായൂർ കേശവൻ അനുസ്മരണവും ഗജഘോഷയാത്രയും നടക്കുന്നത് പുതിയ പ്രതിമയ്ക്ക് മുന്നിലായിരിക്കും. കണിപ്പേർ സ്വദേശിയായ 16 വയസ്സുകാരനെ കാണുവാനില്ല എന്ന് പരാതി. ചെമ്പത്തയിൽ വീട്ടിൽ സിബീഷിന്റെ മകൻ 16 വയസ്സുള്ള മുഹമ്മദ് അൻസാഹിനെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ കാണാതായത്. വീട്ടിൽ നിന്ന് കുന്നംകുളത്തേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയ വിദ്യാർത്ഥി വീട്ടിൽ തിരിച്ചെത്തിയില്ല. വിവരം ലഭിക്കുന്നവർ 0488522211 97 44 11 11 00 എന്നീ നമ്പറുകളിലോ പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം. കുന്നംകുളം അടുപ്പുട്ടി സെന്റ് എം CUP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസും LED ബൾബ് നിർമ്മാണ പരിശീലനവും നടത്തി. സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിലെ 1976 ആദ്യ ബാച്ചിന്റെ കൂട്ടായ്മയായ സമേതം ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു വിദ്യാർത്ഥികൾക്കായി ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസും LED ബൾബ് നിർമ്മാണ പരിശീലനവും ഒരുക്കിയത്. മലപ്പുറം KSEB ഉദ്യോഗസ്ഥൻ P സാബിർ ക്ലാസ് നയിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷൈജി സാമുവൽ അധ്യക്ഷയായി. സമേതം ഗ്രൂപ്പ് പ്രസിഡന്റ് KC ഗോപിനാഥ്, സെക്രട്ടറി PV റെജി, ട്രഷറർ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. സമേതം ഗ്രൂപ്പ് അംഗങ്ങളും പങ്കെടുത്തു. പുതുശ്ശേരി അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും നടത്തി. പുതുശ്ശേരി ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ അകമല MK ശ്രീധരൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള വിളക്ക് പാർട്ടിയാണ് വിളക്ക് ആഘോഷത്തിന് നേതൃത്വം നൽകിയത്. മാളികപ്പുറങ്ങൾ, കയ്യിലേന്തിയ താളങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന്റെയും അകമ്പടിയോടെ വിളക്ക് ഘോഷയാത്ര അയ്യങ്കുളങ്ങര ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച വിളക്ക് പന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്ത പ്രസാദ ഊട്ടിന് ശേഷം വിളക്ക് പന്തലിൽ ഉടുക്കുപാട്ട് അരങ്ങേറി. പുലർച്ചെ നടന്ന കാണിപ്പാട്ട്, കനലാട്ടം, വെട്ട്, തട തുടങ്ങിയ ആചാര പ്രകടനങ്ങളോടെ വിളക്കാഘോഷത്തിന് പരിസമാപ്തിയായി. അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളായ ഷില്ലേഷ് പൊന്നരാശ്ശേരി, PC ഷാജി, മുരളീധരൻ പൂവത്തിങ്കൽ, PS വിനു, CS ജിജി എന്നിവർ ദേശവിളക്ക് ആഘോഷത്തിന് നേതൃത്വം നൽകി. പാറന്നൂർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന പെരുന്നാളിനും വിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിന്റെ പെരുന്നാളിനും തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം. നവംബർ 16-ന് കുർബാനയ്ക്ക് ശേഷം പെരുന്നാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിമര കൂദാശയും തുടർന്ന് കൊടിയേറ്റവും നടന്നിരുന്നു. ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന പെരുന്നാളിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് 7 മണിക്ക് ദേശം ചുറ്റിയുള്ള പ്രദക്ഷിണവും നടന്നു. പെരുന്നാൾ ആഘോഷിക്കുന്ന ഞായറാഴ്ച രാവിലെ 7-ന് പ്രഭാത പ്രാർത്ഥനയും 7:45-ന് 3-ന്മേൽ കുർബാനയും നടക്കും. ഉച്ചതിരിഞ്ഞ് 3:45-ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേവാലയത്തിലെത്തി സമാപിക്കും. ബാൻഡ് വാദ്യത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടെ മേളപ്രേമികളുടെ മനം കവരുന്ന എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ച ശേഷം കുരിശുപള്ളികളിലേക്ക് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. തുടർന്ന് പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി വൈകിട്ട് 5-ന് നേർച്ച സദ്യയും നടക്കും. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സിജി മാത്യു, ദേവാലയ കമ്മിറ്റിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും ഭാരവാഹികളും നേതൃത്വം നൽകും. ശക്തമായ ഇടിമിന്നലിൽ മമ്മിയൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നാശനഷ്ടങ്ങൾ. ഇന്നലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ മമ്മിയൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന മൂത്തേടത്ത് വീട്ടിൽ രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രോഹിത് എന്ന മിനി മാർക്കറ്റിലെ CCTV ക്യാമറകൾ, കമ്പ്യൂട്ടർ, ഫാൻ എന്നിവയാണ് നശിച്ചത്. വലിയ ശബ്ദത്തോടെയാണ് ഇവ പ്രവർത്തനരഹിതമായത്. സമീപത്തുള്ള താമരശ്ശേരി വീട്ടിൽ സന്തോഷിന്റെ വാച്ച് കടയിലെ ഫാനും വടക്കുംപാട്ട് അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ആദിത്യ ടീ സ്റ്റാളിലെ ഫാനും നശിച്ചു. ഈ സമയത്ത് സ്ഥാപനങ്ങളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല. രാത്രി 11 കൂടിയാണ് സംഭവം. ഇന്നലെ രാത്രി ഒരു 12:30 മഴ ഭയങ്കര പൊട്ടിത്തെറിക്കായിരുന്നു. ആളപായൊന്നുമില്ല. ഫാൻ പോയിന്റ്, കമ്പ്യൂട്ടർ, ക്യാമറ. കണ്ടാലശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുക, ആന്റിബയോട്ടിക് മരുന്നുകളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക, കൗമാര പെൺകുട്ടികളുടെ ആരോഗ്യ പരിപാലനവും മാനസിക സുരക്ഷയും എന്ന വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സിന്ധു S പുലിക്കോട്ടിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ടിൻഡ തമ്പി
കുടുംബാരോഗ്യ കേന്ദ്രം ഫാർമസിസ്റ്റ് ഡോക്ടർ ആശ ചാക്കോ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി, VL ബിജു, TS ശരത്ത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിനീത ഫ്രിനോജ് തുടങ്ങിയവർ ക്ലാസ്സിന് നേതൃത്വം നൽകി. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ആർത്താറ്റ് അരമനയിൽ സൗഹൃദ സന്ദർശനം നടത്തി. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയുമായി സംസാരിച്ചാണ് മടങ്ങിയത്. നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, PU ഷാജൻ, കരീം പന്നിത്തടം, ഡോക്ടർ സുബേർ മേഡമൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. യുവത്വത്തെ നശിപ്പിക്കുന്നതും സമൂഹത്തെ ദുഷിപ്പിക്കുന്നതുമായ ലഹരി ഉപയോഗം ഉപേക്ഷിക്കുക എന്ന സന്ദേശവുമായി പഴഞ്ഞിയിൽ സൈക്കിൾ റാലിയും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. കോട്ടൂർ സാമൂഹികാരോഗ്യ കേന്ദ്രവും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളും സംയുക്തമായി നടത്തിയ സൈക്കിൾ റാലിയും കൂട്ടയോട്ടവും ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പ്രവീൺ ജോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ലിൻസ്, പ്രിൻസിപ്പൽ ജനീർലാൽ, PTA പ്രസിഡന്റ് അലി എന്നിവർ സംസാരിച്ചു. ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും അധ്യാപകരും ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിക്കും കൂട്ടയോട്ടത്തിനും നേതൃത്വം നൽകി. YMCA അഖില കേരള ബാല ചിത്രരചനാ മത്സരം കുന്നുകുളം YMCA ഹാളിൽ നടന്നു. പ്രകൃതിയോടൊപ്പം ജീവിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന മത്സരത്തിൽ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള 400ഓളം കുട്ടികൾ പങ്കെടുത്തു. കുന്നുകുളം സെന്റ് തോമസ് കിഴക്കേ പുത്തൻപള്ളി വികാരി ഫാദർ TC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കുന്നുകുളം YMCA പ്രസിഡന്റ് CU ബെന്യാമിൻ, സെക്രട്ടറി TC സജു, വൈസ് പ്രസിഡന്റ് PK സാം, ഡയറക്ടർമാരായ അനിൽ സാമുവൽ, ജിജു ജേക്കബ്, സിബിൻ വർഗീസ്, ജോഷി തരകൻ, VK ബെന്നി, T ജോബിൻ സ്പീറ്റർ, നാഷണൽ മെമ്പർ സാംസി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അഞ്ഞൂർ സ്വദേശിക്ക് MA കൗൺസിലിംഗിൽ 1ാം റാങ്ക്. തൊഴിയൂർ ചീരൻ വീട്ടിൽ റോബ്സൺ ചീരനാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്ക് സ്വന്തമാക്കിയത്. പെരുമ്പിള അൻസാർ വിമൻസ് കോളേജ് PG കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിലെ വിദ്യാർത്ഥിനി റിസ്വാന അബ്ദുൽ ഖാദറിന് കാലിക്കറ്റ് സർവകലാശാലയുടെ MCOM പരീക്ഷയിൽ 1ാം റാങ്ക്. കരിക്കാട് മാങ്കുന്നത്ത് വീട്ടിൽ അബ്ദുൽ ഖാദർ റസിയ ദമ്പതികളുടെ മകളാണ്. ബാച്ചലർ ഓഫ് കൊമേഴ്സ് പരീക്ഷയിൽ 3ാം റാങ്കും കരസ്ഥമാക്കിയിരുന്നു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളിൽ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാനായി പോർക്കുളം MKM UP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടത്തി. കഥ പറയൽ, നാടൻപാട്ട്, ആക്ഷൻ സോങ്, ഫാൻസി ഡ്രസ് തുടങ്ങിയ വിവിധ പരിപാടികളാണ് കുട്ടികൾ അവതരിപ്പിച്ചത്. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന ഫെസ്റ്റ് MPTA പ്രസിഡന്റ് ശരണ്യ മനോജ് ഉദ്ഘാടനം ചെയ്തു. മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് PTA പ്രസിഡന്റ് KK രതീഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫെസ്റ്റിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി. സ്കൂൾ പ്രധാന അധ്യാപിക സെനി K സ്റ്റീഫൻ, അധ്യാപകനായ ലിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സായി മന്ദിരത്തിൽ സത്യസായി ശതാബ്ദി സ്മരണാഞ്ജലിയുടെ ഭാഗമായി ആധ്യാത്മിക സദസ്സ് പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. ശങ്കര വിശ്വബ്രഹ്മകുല പടാശ്യതിർ, സാധു കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി ജയേഷാനന്ദ പൂരി ഹരിദ്വാർ, അനീഷ് പട്ടുവം പഞ്ചുരുളി കോലധാരി എന്നിവർ സംസാരിച്ചു. അരുൺ C നമ്പ്യാർ സ്വാഗതവും സബിത രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ ഇതാദ്യമായി പഞ്ചുരുളി തെയ്യം നാളെ ഭക്തർക്ക് കൽപ്പന കൊടുക്കും. ദൈവ ആവാഹന തോറ്റം വൈകിട്ട് 5-ന് മമ്മിയൂർ ക്ഷേത്രാങ്കണത്തിൽ നടത്തി. ഞായറാഴ്ച കാലത്ത് ഗണപതി പൂജ, സത്യനാരായണ പൂജ എന്നിവയ്ക്ക് തന്ത്രി പഴങ്ങാപ്പറമ്പ് നന്ദകുമാർ നമ്പൂതിരി നേതൃത്വം നൽകും. ജന്മശതാബ്ദി സാംസ്കാരിക സമ്മേളനം കാലത്ത് 10 മണിക്ക് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയാണ്. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് യൂത്ത് മൂവ്മെന്റ് കൊച്ചി ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സൗജന്യ തിമിര രോഗ നിർണയ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. സെന്റ് സെബാസ്റ്റ്യൻസ് യൂത്ത് മൂവ്മെന്റ് ഹാളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഗുരുവായൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷനാകും. പഞ്ചായത്ത് അംഗം രമ ബാബു, ആക്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചുലാസർ തുടങ്ങിയവർ സംബന്ധിക്കും. പരിശോധനയിൽ തിമിരം സ്ഥിരീകരിക്കുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ, ലെൻസ്, യാത്രാ, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യമായിരിക്കും. സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,535 രൂപ, സ്വർണം പവന് 92,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 163 രൂപ. ചർമ്മം ചൊവ്വന്നൂർ വൃന്ദാവനം സ്ട്രീറ്റിൽ പ്ലാക്കൽ ഇട്ടൂപ്പ് ഭാര്യ താണ്ടക്കുട്ടി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം മാർത്താണ്ഡ സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടന്നു. തോമസ്, ടിജോ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായി. തിങ്കളാഴ്ച പത്രിക പിൻവലിക്കാനുള്ള അവസാന അവസരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് 23,576 തദ്ദേശ വാർഡുകളിലേക്ക് മത്സരിക്കാൻ ലഭിച്ചത് 1,08,580 പേരുടെ പത്രികകൾ. ഇതിൽ 57,227 പേർ സ്ത്രീകളും 51,352 പേർ പുരുഷന്മാരും. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പത്രിക സമർപ്പിച്ചവരുടെ സൂക്ഷ്മ പരിശോധനയിൽ 2 പേരുടെ പത്രിക തള്ളി. മന്ദലാംകുന്ന് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി സബിത സദാനന്ദൻ, എടക്കഴിയൂർ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി MC സബിത എന്നിവരുടെ പത്രികകളാണ് തള്ളിയത്. പത്രിക തള്ളിയത് പുന്നയൂരിലെ CPM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമെന്ന് UDF. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പൂർണ്ണകായ പ്രതിമ 3 വർഷത്തിന് ശേഷം തലപ്പൊക്കം വീണ്ടെടുത്തു. നവീകരണം പൂർത്തിയാക്കിയ പ്രതിമയുടെ സമർപ്പണം നാളെ നടക്കും. ചാവക്കാട് സാന്ത്വന തീരത്ത് ആയിരങ്ങൾ പങ്കെടുത്ത ഭാരത പ്രവേശന തിരുനാൾ ഭക്തി നിർഭരം. മാർത്തോമാസ് ലിഹു രക്തസാക്ഷിത്വത്തിന്റെ 1950 ജൂബിലി വർഷത്തിൽ പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ ഒരുക്കിയത് വിപുലമായ പരിപാടികൾ. ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ തെരുവുനായ ചത്തു. മറ്റു നായ്ക്കൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റെന്ന ആശങ്കയിൽ നാട്ടുകാർ. സംസ്കരിച്ച തെരുവുനായയുടെ ജഡം നഗരസഭ ആരോഗ്യ വിഭാഗം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.